അതേസമയം തന്നെ പി വി അൻവറിന്റെ പരാതിയിൽ അജിത് കുമാറിനെതിരായ അന്വേഷണ സംഘത്തിന്റെ യോഗം നടക്കുകയാണ്. DGP-യാണ് യോഗം വിളിച്ചിരിക്കുന്നത്. പി വി അൻവറും അജിത് കുമാർ തന്നെ നൽകിയ പരാതിയും ഈ യോഗത്തിൽ പരിശോധിക്കും. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, അൻവറിന്റെ പരാതിയിൽ വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് DGP വിളിച്ച യോഗം ചേരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ രണ്ടുപേരുടെ പരാതിയും, അതായത് അൻവർ നൽകിയ പരാതി, ഒപ്പം തന്നെ തന്നെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന MR അജിത് കുമാറിന്റെ പരാതിയും ഈ യോഗത്തിൽ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മനു, തീർച്ചയായും ഏതായാലും യോഗം ഇവിടെ പോലീസ് ആസ്ഥാനത്ത് തുടരുകയാണ്. DGP വിളിച്ച യോഗത്തിൽ 2 SP-മാരും അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും, ഈ 5 ഉദ്യോഗസ്ഥരും നേരിട്ട് തന്നെ പങ്കെടുക്കുന്ന ആദ്യ യോഗം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ യോഗത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നേരിട്ട് ഉദ്യോഗസ്ഥർ ഇവിടെ പോലീസ് ആസ്ഥാനത്തെത്തി ഉള്ള യോഗമാണ്. ഈ യോഗത്തിന് മുന്നിലുള്ളത് മനു നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ കൂടിയുണ്ട്. ആകെ 3 പരാതികളാണ്. അതിൽ ഒന്ന് അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയാണ്. പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അത് DGP-ക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റൊന്ന് ADGP MR അജിത് കുമാർ നൽകിയ പരാതിയുണ്ട്. ആ പരാതിയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. മറ്റൊന്നുള്ളത് മലപ്പുറം മുൻ SP ആയിരുന്ന സുജിത് ദാസിനെതിരെയുള്ള പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് ഈ 3 പരാതികളും പ്രത്യേക അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ പ്രധാനമായും ഈ ഒരു പരാതി നൽകുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതും. അതിനുശേഷമാണ് അൻവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും തെളിവുകളും ഒക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ അൻവറിന്റെ മൊഴിയെടുത്തുകൊണ്ട് തന്നെയായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ളൊരു രൂപരേഖ ഇന്നത്തെ ഈ യോഗത്തിൽ തയ്യാറാകുന്നതായിരിക്കും. ഏതൊക്കെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നീങ്ങണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ ഈ യോഗത്തിൽ തീരുമാനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.